മൃഗങ്ങളെ വെടിവെക്കാലോ എന്ന് ചിലരിവിടെ പറയുന്നുണ്ട്. എങ്ങനെയാ വെടിവെക്കുക? ആദ്യം ഈ മൃഗത്തെ കാട്ടിലേക്ക് അയക്കാൻ നോക്കണം, അല്ലെങ്കിൽ പിടികൂടണം, പരിക്കില്ലാതെ പിടികൂടണം, എന്നിട്ട് അയക്കണം. ഇതിനെല്ലാം ശ്രമിക്കണം. ഈ ശ്രമമെല്ലാം പരാജയപ്പെട്ടു എന്ന് രേഖപ്രകാരം ബോധ്യപ്പെടുത്തണം. ഇതെല്ലാം പരാജയപ്പെട്ടാലാണ് വെടിവെക്കാൻ പറ്റുക. എന്താ വെടിവെച്ച അനുഭവം എന്നറിയാം? മഹാരാഷ്ട്രയില് ഒരനുഭവം ഉണ്ടായി. അവിടെ 13 ആളെ ഒരു പെൺകടുവ കൊന്നു. ഒരാളെ 60% ഭക്ഷിച്ചു. അങ്ങനെ ആ സംഭവം കൂടി നടന്നപ്പോൾ അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ട് ആറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തു. അവിടുത്തെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ആ കേസ് കേട്ടു. അതിന്റെ വെടിവെക്കാനുണ്ടായ സാഹചര്യം മറ്റു കാര്യങ്ങളും. കേസ് ഇപ്പോൾ നടക്കുക. ഇതാണ് അവസ്ഥ. 2018 ഉണ്ടായതാണ്. ഇപ്പോൾ കേസ് നടക്കുക. ആളിപ്പോ കേസില്ല. കാരണം അതാണ് ഈ നിയമം. ഈ നിയമത്തിൽ മനുഷ്യനെ കാണുന്നില്ല. ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. ന്യായമായ ആവശ്യമില്ലേ? കേന്ദ്ര വനമന്ത്രി ഇവിടെ വന്നല്ലോ. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഭേദഗതിയെ പറ്റി. ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെയുള്ളതെല്ലാം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നിയമം കൊണ്ടുവന്ന് കോൺഗ്രസ്, ആ നിയമത്തിന് കൂടുതൽ ശക്തി പകർന്നത് കോൺഗ്രസ്, പിന്നെ അതിൻ്റെ SOPയും ഗൈഡ് ലൈൻസും ഒക്കെ ഇറക്കിയത് കോൺഗ്രസിന്റെ കാലത്തൊക്കെ ശരി. ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടാൽ ആ ഭേദഗതി ചെയ്യേണ്ടത് BJP ഗവൺമെന്റ് ആണല്ലോ. BJP ഗവൺമെന്റാണ് പറയുന്നത് അനങ്ങാൻ പറ്റില്ല, അത് തൊടാൻ പറ്റില്ല, ഭേദഗതി ചെയ്യാനേ പറ്റില്ല. അപ്പൊ എന്താണ് ഇവർക്ക് മനുഷ്യരോടുള്ള സമീപനം? വയനാടിന്റെ പ്രതിനിധിയാണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഇന്നത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാൽ എപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ. ആരെങ്കിലും കേട്ടോ അദ്ദേഹം സംസാരിക്കുന്നത്? ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാർലമെന്റ് ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെടാൻ തയ്യാറായില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി അങ്ങനെ. 18 പേര് UDF അംഗങ്ങൾ. ആരെങ്കിലും ആവശ്യപ്പെട്ടോ? അവരിപ്പോ സകല കുറ്റവും സംസ്ഥാന സർക്കാരിന് ചേർത്താനാണ്. സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാണല്ലോ. അതിനകത്ത് വീഴ്ചയില്ലല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിയമപ്രകാരം നിയമമനുസരിച്ച് ഈ ജീവികൾക്ക് പരിരക്ഷ കൊടുക്കുകയല്ലേ? അതല്ലേ ഭേദഗതി ചെയ്യേണ്ടത്? ലോകത്ത് ഇന്ത്യ എന്നൊരു രാജ്യത്ത് മാത്രമാണോ ഈ വന്യമൃഗങ്ങളുള്ളത്? ലോകത്താകെയില്ലേ? മറ്റു പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടില്ലേ? അവിടെയെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണോ? ആ രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്ന നിലപാടിലേക്ക് നമ്മൾ പോകുന്നില്ല. ജനത്തെ കാണാതെ, മനുഷ്യനെ കാണാതെയുള്ള നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ആവശ്യമായതെല്ലാം ചെയ്യാണ്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്നത് എന്താ? അവിടെയുള്ള മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്താൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനുള്ള വെള്ളം, ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, തീറ്റ, അതിനെന്തൊക്കെ തടസ്സമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വന അതിർത്തിയിൽ. ആ കാര്യങ്ങൾ നമ്മളും പ്രത്യേകം ശ്രദ്ധയോടെ നീക്കുക. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു പോവുകയാണ്. ഒരുപാട് നടപടികൾ സ്വീകരിക്കണം. അതിനൊരു പാക്കേജ്
കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ വെച്ചു. 620 കോടി രൂപയുടെ പാക്കേജാണ്. തള്ളിക്കളഞ്ഞു. അപ്പൊ അവരവരെ ബാധ്യത നിറവേറ്റാൻ തയ്യാറാകാതിരിക്കുകയാണ്. ആ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഇവർ തയ്യാറുമല്ല. നമ്മുടെ പാർലമെന്റ് അംഗങ്ങളും തയ്യാറല്ല. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നവരല്ലേ ആവശ്യം നമുക്ക് വേണ്ടത്. ഇതാണ് നാം പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം. അവിടെ എത്തിയാൽ മുട്ടുപറക്കുന്നവരാകരുത്. അവിടെ എത്തിയാൽ BJPയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവരാകരുത്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്ത കാലത്ത് നാം കണ്ടല്ലോ. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിൽ ഏതിലെങ്കിലും കേരളത്തിലെ MP-മാരുടെ ശബ്ദം നമ്മൾ കേട്ടോ? നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു. അത് ഫെഡറൽ തത്വത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കേരളം പറയുന്നതിൽ ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായുള്ള ചില നടപടികൾ സുപ്രീം കോടതി സ്വീകരിക്കുന്നു. അപ്പോൾ പോലും ഇവിടുത്തെ കോൺഗ്രസ്, ഇവിടെയുള്ള പ്രതിപക്ഷം കേരളത്തിന്റെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുണ്ടോ? എത്രയാ നമുക്ക് ലഭിക്കേണ്ട പണം കിട്ടാതിരുന്നത്? 2016 മുതലുള്ളൊരു കണക്ക് കേരളം കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. എത്രയാണ്? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് 1,07,500 കോടി രൂപ കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് വന്നാൽ നമ്മൾ അനുഭവിക്കേണ്ട വിഷമം എത്രയാണെന്ന് ആലോചിച്ച് നോക്കും. ചെറിയ വിഷമാണോ? എന്തിനാണത്? ബോധപൂർവമാണ്. നിങ്ങൾ ഇവിടെ ആളുകൾക്ക് ഉപകാരപ്രദമായി ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഞെരുങ്ങണം. എങ്ങനെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ നടത്തുമെന്ന് കാണട്ടെ. ഇതാണ് മനോഭാവം. ആ മനോഭാവത്തിന്റെ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് നിൽക്കുകയാണ്. LDF സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊന്നും ചെയ്യരുത്. അതാണ് അവർക്ക് BJP ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്തത്. അവർ കുറ്റപ്പെടുന്നതെല്ലാം സംസ്ഥാന സർക്കാരിനെ ആയിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയോടാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടാവണം. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിയണം. കേരളത്തിന്റെ ആവശ്യങ്ങൾ മാത്രമല്ല, നിയോജക മണ്ഡലത്തിന്റെ ആവശ്യം മാത്രമല്ല, രാജ്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ, മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നം, ഭരണഘടനയെ തകർക്കുന്ന പ്രശ്നം, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉറച്ച നിലപാടെടുക്കാൻ നമ്മുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാവണം. അതിൽ ഒരു സംശയവുമില്ലാതെ അയക്കാൻ പറ്റുന്ന ഒരു പ്രതിനിധിയാണ് ആനി രാജ. കാരണം അവരെ എല്ലായിടെയും നാം കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞില്ല. മണിപ്പൂർ വിഷയത്തിലും അവരെ നിങ്ങൾ കണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷം ഉണ്ടാകാറുണ്ട്. അതിലൊരു മുഖം ആനി രാജയുടേത് കൂടിയാണ്. അപ്പോൾ നിർബന്ധമായും ആനി രാജ അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല ഭൂരിപക്ഷത്തോടെ സഖാവ് ആനി രാജയെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.